ഒരു പർട്ടിക്കുലർ ഇഷ്യൂസിനോട് റിപ്പീറ്റ് ആയിട്ട് ഭയം ഉണ്ടാക്കുന്ന സിറ്റുവേഷനെയാണ് ഫോബിയ എന്ന് പറയുന്നത്. അഗോറാഫോബിയ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ കോമൺ വേർഡ് അല്ല, പക്ഷേ എങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവം തന്നെയാണ്. മാനേജ് ചെയ്യാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള സംഭവം. സോഷ്യൽ ആങ്സൈറ്റി, സോഷ്യൽ ഫിയർ, ഒരുപാട് ആളുകൾ കാണുമ്പോൾ കമ്മ്യൂണിറ്റിയിലേക്ക് നിൽക്കുമ്പോൾ ഉള്ളൊരു ഭയം. അത് രാവിലെ എഴുന്നേൽക്കുന്ന ടൈം എന്ന് പറയുന്നത് ഹിപ്നോട്ടിക് സ്റ്റേറ്റ് ആണ്. അപ്പോൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് സെൽഫ് ടോക്ക് എന്ന് പറയും. നിങ്ങൾ ഒരിക്കലും വേറൊരു വ്യക്തിയെ നിങ്ങൾ മോട്ടിവേറ്റർ ആക്കി എടുക്കാൻ പാടില്ല. ഏത് സ്ത്രീ ആണെങ്കിലും ഏത് ഫീമെയിൽ ആയിക്കോട്ടെ, അവരാണ് അവരുടെ ഏറ്റവും വലിയ മോട്ടിവേറ്റർ. അങ്ങനെയാണെങ്കിൽ ഏത് കാര്യം ചെയ്യാൻ പറ്റുന്നതാണ്. ഹലോ, ഹായ്, നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹിപ്നോട്ടൈസ് മീയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം എന്നത്തെയും പോലെ തന്നെ ജിനു ജെയിംസ് സാറുണ്ട്. നമുക്ക് വെൽക്കം ചെയ്യാം. നമസ്കാരം സാർ, വെൽക്കം ടു ദി ഷോ. ഓക്കെ, നമുക്കിന്ന് ഫോബിയയെ കുറിച്ച് പറയാം. രണ്ട് ടൈപ്പ് ഓഫ് ഫോബിയ അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോബിയ ഉണ്ട്. എന്താണ് ശരിക്കും പറഞ്ഞ ഫോബിയ എന്ന് പറയുന്നത്? ഫോബിയ എന്ന് വെച്ചാൽ പല കാറ്റഗറീസ് ഉണ്ട് കേട്ടോ. അതിൽ കോമൺലി ഒരു പർട്ടിക്കുലർ ഇഷ്യൂസിനോട് റിപ്പീറ്റ് ആയിട്ട് ഭയം ഉണ്ടാക്കുന്ന സിറ്റുവേഷനെയാണ് ഫോബിയ എന്ന് പറയുന്നത്. ഇപ്പോൾ കോമൺലി നമുക്കൊരു ഫോബിയനെ പറ്റി നമുക്ക് സംസാരിക്കാം. അഗോറാഫോബിയ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ കോമൺ വേർഡ് അല്ല, പക്ഷേ എങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവം തന്നെയാണ്. ഇതിനെയാണ് സോഷ്യൽ ആങ്സൈറ്റി എന്ന് പറയുന്ന സംഭവം. അഗോറ എന്ന് പറയുന്ന ഒരു പണ്ടത് ഗ്രീക്ക് വേർഡാണ്. എന്ന് വെച്ചാൽ മാർക്കറ്റ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകളുണ്ടല്ലോ. അപ്പോൾ മാർക്കറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഭയം ഉണ്ടാവുക, അതാണ് അതിൻ്റെ ആദ്യത്തെ കൺസെപ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ഗ്രൂപ്പിലോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിലോ അല്ലെങ്കിൽ സൊസൈറ്റിയിലോ ഒരു സ്റ്റേജിലോ ഒക്കെ നിൽക്കുമ്പോൾ മറ്റുള്ളവർ നമ്മുടെ വാലിഡേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു തോട്ട് വരുമ്പോഴാണ് നമുക്ക് ഫിയർ ജനറേറ്റ് ചെയ്യും. ഇതൊരു ഫോബിയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ കൈകൾ വിറയ്ക്കാൻ തുടങ്ങും, നെഞ്ചിന് പാൽപിറ്റേഷൻസ് ഫീൽ ചെയ്യും, ശ്വാസം കിട്ടാതെ വരും. ചിലരുടെ സ്റ്റേജിൽ നിങ്ങൾക്ക് തല ഇറങ്ങി വീഴും. ഏതൊരു സിനിമയ്ക്കകത്ത് കണ്ടല്ലേ പാട്ട് പഠിക്കുന്ന അവസാനം തല ഇറങ്ങി വീണൊക്കെ ഒരു ഇതേപോലെയൊക്കെ പല സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ എഗോറാഫോബിയ ഉള്ളവർക്ക് അത് ഫോബിയ ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഒരു റൂട്ട് കോസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്താൽ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് ഫോബിയ എന്ന് പറയുന്നത്. നമുക്കത് മാനേജ് ചെയ്യാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള സംഭവം. സോഷ്യൽ ആങ്സൈറ്റി, സോഷ്യൽ ഫിയർ, ഒരുപാട് ആളുകൾ കാണുമ്പോൾ കമ്മ്യൂണിറ്റിയിലേക്ക് നിൽക്കുമ്പോൾ ഉള്ളൊരു ഭയം. ദാറ്റ്സ് എ കോസ്. ഇതിനെ മാനേജ് ചെയ്യാൻ പല രീതിയിലുള്ള ടെക്നിക്സുകളുണ്ട്. അതിന് ഏറ്റവും ആദ്യം നമ്മൾ പറയുക എക്സ്പോഷർ തെറാപ്പി എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. അത് ഹിപ്നോസിസിൽ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു എക്സ്പോഷർ തെറാപ്പിയാണ്. ആദ്യം നമ്മൾ അതിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഈ ഫോബിയയ്ക്ക് പറ്റുന്നത്. ഫോബിയ ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എനിക്ക് കൂട്ടത്തിൽ നിൽക്കാൻ താല്പര്യപ്പെടുന്ന ആളല്ല. എനിക്ക് ഒരു കൂട്ടത്തിൽ ഒരു കംഫർട്ടുള്ള ഡ്രസ്സ് ഇട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ആ കൂട്ടത്തിലേക്ക് പോവില്ല, ഞാൻ തിരിച്ചു പോകാൻ നിൽക്കും. അങ്ങനെ തട്ടുകടയിലൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാണ്. ഇപ്പൊ സാറിൻ്റെ അടുത്ത് ഞാൻ നേരത്തെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സാർ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇന്ന കാര്യം മനസ്സിൽ വിചാരിക്കുക, ഞാൻ ഇന്ന് അവിടെ പോവും, എല്ലാവരുമായിട്ട് മിങ്കിളാവും. അത് ഫോളോ ചെയ്ത് വരുന്നതുകൊണ്ട് ഒരു പരിധി വരെ എന്റെ ആ ഒരു പ്രശ്നം മാറി നിന്നിട്ടുണ്ട്. അത് രാവിലെ എഴുന്നേൽക്കുന്ന ടൈം എന്ന് പറയുന്നത് ഹിപ്നോട്ടിക് സ്റ്റേറ്റ് ആണ്. അപ്പോൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് സെൽഫ് ടോക്ക് എന്ന് പറയും. അത് ഈ അഗോറാഫോബിയ പോലെ ഏത് തരം ഫോബിയ ആണെങ്കിലും മാനേജ് ചെയ്യാൻ നമുക്ക് തന്നെ കുറെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാം. നമുക്കൊരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് ഒരാളുടെ അടുത്ത് പോകണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ആദ്യം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളോട് ഞാൻ പോവുകയാണ്, ഞാൻ സ്ഥലത്ത് ചെല്ലുന്നു. അപ്പോൾ നമ്മൾ മനസ്സിനെ തന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ആദ്യം ഉണ്ടായിരുന്നൊരു ഫിയർ എന്ന് പറയുന്ന സംഭവത്തിന് മാനേജ് ഒരു 10ൽ 10 ഫിയറിന്റെ ഗ്രേഡ് ഉണ്ടായിരുന്നത് ഫസ്റ്റ് എക്സ്പോഷർ. ആദ്യം നമ്മൾ മനസ്സുകൊണ്ട് എക്സ്പോസ് ചെയ്യാണ് ആ സ്ഥലത്ത് ചെല്ലുന്നു. ഇപ്പോൾ ഒരു തട്ടുകടയിൽ പോകാൻ ഇഷ്ടമില്ലാത്തൊരു ഡ്രസ്സ്, നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്തൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് തട്ടുകടയിൽ പോകാൻ പേടിയാണ്. അപ്പോൾ നമ്മൾ ആ ഡ്രസ്സിലാണ് തട്ടുകടയിൽ ചെന്നു. നമുക്ക് ഇഷ്ടമില്ലാത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് തട്ടുകടയിൽ ചെന്നു. എക്സ്പോഷർ, ഫസ്റ്റ് എക്സ്പോഷർ കിട്ടി കഴിഞ്ഞപ്പോഴേക്കും മനസ്സ് പഠിച്ചു, വലിയ പ്രശ്നമില്ലല്ലോ. അപ്പോൾ അത് 10ൽ 8 അതിൻ്റെ ആ ഒരു ഇന്റൻസിറ്റി കുറയും. അപ്പോൾ ഒരു രണ്ടാമത്തെ എക്സ്പോഷറോട് കിട്ടി. ഇവർ കുറച്ച് ദിവസം വീണ്ടും ഇതേ തട്ടുകളിൽ ചെന്നു. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന 10ൽ 8 എന്നുള്ളത് 10ൽ 5 ചുരുങ്ങി. അത് 10ൽ 4 3 2 പതുക്കെ ബാലൻസ്ഡ് ആവും. അപ്പോൾ ഏത് ഫോബിയ ആണെങ്കിലും ആ സിറ്റുവേഷനിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് നമ്മുടെ മനസ്സുകൊണ്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അത് ഫോബിയ മാനേജ്മെന്റ് ഏറ്റവും ബെസ്റ്റ് ടെക്നിക്ക് എന്ന് പറയും. അതിനാണ് എക്സ്പോഷർ. ഈ എക്സ്പോഷർ ചിലർക്ക് പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അവർക്ക് പറയും, എനിക്ക് എത്ര ശ്രമിച്ചിട്ടും എനിക്ക് അങ്ങോട്ട് പോകാനേ പേടിയാ, കൈ വിറയ്ക്കലാണ് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അതിനോട് കോസേറ്റീവ് ആയിട്ടൊരു ഫാക്ടർ ഉണ്ടാവും. അപ്പോൾ അതിന് റൂട്ട് കോസ് എവിടെയാണ്? ചിലപ്പോൾ ചെറുപ്പത്തിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഫ്രണ്ടിൽ നിന്നപ്പോൾ കളിയാക്കിയിട്ടുണ്ടാകും. അയ്യേ എന്തിന് കൊള്ളാതെ തന്നെ കാരണം മുഖമൊക്കെ കണ്ടിട്ടില്ലേ. പിന്നെ ബുള്ളിങ് എന്ന് പറയും. കൂട്ടുകാർ ബുള്ളി ചെയ്തിട്ടുണ്ടാകും, ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ്. പല സ്ഥലങ്ങളിൽ നമ്മൾ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും. വൺസ് ബുള്ളീഡ് ആണെങ്കിൽ പിന്നെയും ഇതിനോട് സിമിലർ ആയിട്ടുള്ള അനുഭവങ്ങൾ ലൈഫിൽ വരും. അപ്പോൾ തുടർച്ചയായിട്ട് വന്നു കഴിയുമ്പോഴേക്കും റിപ്പീറ്റഡ് എക്സ്പോഷർ അല്ലേ, മനസ്സ് അത് തന്നെ പഠിക്കും. അപ്പോൾ ആ ഒരു കോഴ്സിനെ എടുത്ത് കളയാതെ ചിലർക്ക് ഈ എക്സ്പോസ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല.
ചിലരെ സംബന്ധിച്ചിടത്തോളം അവർ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഈ സിറ്റുവേഷൻസ് ആണെങ്കിൽ ഈസിലി മാനേജ് ചെയ്യാൻ പറ്റും. ഫോബിയ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ എല്ലാവരും പഠിക്കേണ്ട കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചാൽ ഇപ്പോൾ പേരൻസ് അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ നമുക്കത് മാനേജ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ഫോബിയ അല്ലല്ലോ, പല തരത്തിലുള്ള ഫോബിയാസ് ഉണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി അഡ്രസ് ചെയ്യാം. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് വേറെ പല ടൈപ്സ് ഓഫ് ഫോബിയ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതിന്റെ ടെക്നീക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ പറ്റും. ഇപ്പോൾ ആദ്യമേ ഞാനൊരു RJ ആയിരുന്നു. ആ ടൈമിൽ എനിക്ക് ലൈവ് കയറാൻ അതുപോലെ ഇന്റർവ്യൂ എടുക്കാൻ ഭയങ്കര പേടിയുള്ള ഒരാളായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഇന്റർവ്യൂ എടുക്കാൻ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും, ഭയങ്കര പേടിയാണ്. അതിനുശേഷം ഞാൻ തന്നെക്കൊരു ദിവസം ലൈവ് കയറി അവിടെ ഹാൻഡിൽ ചെയ്തു, എല്ലാം ഹാൻഡിൽ ചെയ്തു. ഓക്കെയാണ്, എല്ലാവരും വന്നിട്ട് തീർന്നു നന്നായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്റർവ്യൂ എടുത്തായിക്കോട്ടെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഒരു സെലിബ്രിറ്റി ഞാൻ സൂരജ് സന്തോഷിനെയൊക്കെ ഇന്റർവ്യൂ എടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ എൻ്റെ കയ്യിലേക്ക് വീണ്ടും വീണ്ടും ആ ഒരു സാധനം വന്നപ്പോൾ അപ്പോൾ ആ ഫസ്റ്റ് സ്റ്റേജ് ഞാൻ ഓർക്കുക, ഫസ്റ്റ് ഒരു ഡയറക്ടറാണ് ഞാൻ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നത്. അന്നത്തെ എൻ്റെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു. അതിനുശേഷം ഇത്രയും വലിയ ആൾക്കാർ ഞാനിപ്പോൾ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മൊമെന്റ് എന്ന് പറയുമ്പോൾ ആ സമയത്തെ എനിക്ക് ഭയങ്കര, ഞാൻ ഓർക്ക ഇഷ്ടപ്പെടാത്ത സമയം തന്നെയാണ്. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആ ഒരു സംഭവം അന്ന് അവിടെ നടന്നുകൊണ്ടാണ് ഇപ്പൊ എനിക്കിപ്പോൾ സാറിനെ തന്നെയാണെങ്കിലും ഇന്റർവ്യൂ എടുക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടുന്നത് തന്നെ. അപ്പോൾ അതിനെ കുറിച്ച് ഒന്ന് പറയാനായിട്ട് സാധിക്കും? അതിൽ ഞാൻ പറയുന്നത് നമുക്കത് കോൺഫിഡൻസ് കുറവിൻ്റെ ഒരു പ്രശ്നം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പ്രത്യേകിച്ചും സ്ത്രീകൾ നിങ്ങൾക്ക് ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഒരിക്കലും വേറൊരു വ്യക്തിയെ നിങ്ങൾ മോട്ടിവേറ്റർ ആക്കി എടുക്കാൻ പാടില്ല. വേറൊരു വ്യക്തിയെ നമ്മൾ കണ്ട് അതേപോലെ ആകണമല്ലോ എന്ന് വിചാരിച്ചു ഒരിക്കലും അത് ടു ദ മാക്സിമം എക്സ്റ്റെന്റ് എത്തില്ല. അപ്പോൾ ഏത് സ്ത്രീ ആണെങ്കിലും ഏത് ഫീമെയിൽ ആയിക്കോട്ടെ അവരാണ് അവരുടെ ഏറ്റവും വലിയ മോട്ടിവേറ്റർ. ഇപ്പൊ ശ്രീപ്രിയാണ് ശ്രീപ്രിയയുടെ ഏറ്റവും വലിയ മോട്ടിവേറ്റർ അല്ലേ? അപ്പൊ നമുക്ക് നമ്മളെ തന്നെ ഒരു റെസ്പെക്ട് ഫീൽ ചെയ്യും. ഞാനാണ് എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേറ്റർ എന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കാൻ തുടങ്ങുന്നു. ആ സമയത്ത് നമുക്ക് ഏത് സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് സെൽഫായിട്ട് നമ്മളെ തന്നെ എക്സ്പോസ് ചെയ്യുക. അണ്ടർസ്റ്റാൻഡിങ് അവർ സെൽഫ്. നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റുകയില്ല എന്നുള്ളതാണ്. നമ്മുടെ സ്കിൽസ് നമുക്ക് പലർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവും. ആ സ്കിൽസിനെ ഐഡന്റിഫൈ ചെയ്ത് അതിനെ പ്രോപ്പർലി മാനേജ്ഡ് ആണ്. അപ്പോൾ ഓക്കെ ഐ എം വെൽത്തി ഹെൽത്തി ഓക്കെയാണ്, മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്, സംസാരിക്കാൻ പറ്റുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഡൺ. അന്ന് എനിക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ സമയത്ത് എൻ്റെ അടുത്ത് പറയാണ് ശ്രീപ്രിയ ഇന്നൊരു ഇന്റർവ്യൂ എടുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഓക്കെയാണ്, ഞാൻ റെഡിയാണ്. ആ ഒരു സ്റ്റേജിലേക്ക് ഞാൻ എത്തിപ്പെട്ടു എന്ന് ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അല്ല, അതാ ഞാൻ പറഞ്ഞത് എക്സ്പോഷർ കിട്ടുന്നുണ്ടോ? ഫസ്റ്റ് എക്സ്പോഷർ, സെക്കൻഡ്, തേർഡ്, പതുക്കെ നമ്മുടെ മനസ്സ് പഠിക്കാന്നുള്ളത്. അത് ട്രെയിൻഡ് ആണ്, നമ്മുടെ മൈൻഡ് ട്രെയിൻഡ് ആവും അപ്പോഴത്തേക്ക്. ഇല്ലെങ്കിൽ എന്താ സംഭവിച്ചത്, നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കഴിയുമ്പോഴേക്കും ആ ട്രെയിനിങ് നമുക്ക് കിട്ടാതെ വരും. ഫിയർ ആയിരിക്കും നമുക്ക് പിന്നെ കയറുക. നമ്മൾ ചെയ്ത് തുടങ്ങണം. ചിലർ പറയുന്നില്ലേ പ്രശ്നം ഉണ്ടായി കഴിയുമ്പോഴേക്കും കോൺഫിഡൻസ് ഇല്ല, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ചെയ്ത് തുടങ്ങിയാലല്ലേ പറ്റില്ലല്ലോ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ചെയ്തു തുടങ്ങി, ഏത് മിസ്റ്റേക്ക് ആയിക്കോട്ടെ, എന്ത് പൊട്ടത്തരം ആയിക്കോട്ടെ, സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്. ഒരു ഫസ്റ്റ് ബിഗിനിങ് ഒരു സ്പാർക്ക് കിട്ടിയാൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് കൃത്യമായിട്ട് പഠിച്ചിരിക്കും ദിസ് ഇസ് പോസിബിൾ. അങ്ങനെയാണെങ്കിൽ ഏത് കാര്യം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. അപ്പോൾ ഫോബിയ മാനേജ്മെന്റിന് ഏറ്റവും നല്ല ടെക്നിക്ക് എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ തന്നെ അനലൈസ് ചെയ്ത് നമ്മളാണ് അതിനകത്ത് സ്കിൽഡ് ആയിട്ട് വ്യക്തി, നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഫീലിങ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്പോസ് ചെയ്യാം. നമുക്ക് ആ സിറ്റുവേഷനിലേക്ക് നമ്മളെ തന്നെ ചെന്ന് ചാടിച്ചിടണം എന്നുള്ളതാണ്. അത് ചിലപ്പോൾ നാളെ കിടക്കുണ്ടാവും, കുഴപ്പമില്ല. 1-2 കഴിയുമ്പോഴേക്കും യു വിൽ ബി ഓൾ റൈറ്റ്. പിന്നെ ഇത് പറ്റാത്ത സിറ്റുവേഷനാണ് നമ്മൾ സാധാരണ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് ഇവർക്ക് ഹിപ്നോട്ടിക് സ്റ്റേറ്റിൽ എക്സ്പോഷർ കൊടുക്കും. അപ്പോൾ എക്സ്പോഷർ കൊടുത്ത് കഴിയുമ്പോൾ മനസ്സ് പഠിക്കാൻ തുടങ്ങും. ഇത്രേ ഉള്ളൂ. പിന്നെ റിയൽ ലൈഫിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു പേടി ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം സ്ലീപ്പിൽ രാവിലെ ചെയ്യുന്ന സമയം നമ്മൾ സെൽഫായിട്ട് ചെയ്യുന്ന സംഭവം. സെൽഫ് ടോക്ക് അല്ലെങ്കിൽ സെൽഫ് ഹിപ്നോസിസ് ഒക്കെ ഇതിൽ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ അഗോറാഫോബിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. നമ്മളതിന് വലിയ പ്രശ്നമാക്കി എടുക്കാണ്ടിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഈ ഫിയർ എന്ന് പറയുന്നത് എന്താണ്? ഒരു താൽക്കാലികമായിട്ടുള്ളൊരു കാര്യമല്ലേ? ഫിയർ ജനറലൈസ്ഡാ. ഏത് കാര്യത്തിലും വേണ്ടി പേടി ഒരാള് റിപ്പീറ്റ് ആയിട്ട് വരുമ്പോഴാണ് ചില ഫിയർ ചിലപ്പോൾ പെട്ടെന്ന് പേടിയും പെട്ടെന്ന് മാറാം അല്ലെ? കോമൺലി നമ്മൾ ഫിയർ ഉണ്ടാകുന്നത് ഒരു അൺസർട്ടൺ ആയിട്ടുള്ള കാര്യത്തെ പറ്റിയായിരിക്കും. ചിലർ പ്രേതത്തിനെ പേടിയാണെന്ന് പറയും. പ്രേതത്തിനെ കണ്ടിട്ടുണ്ടാവില്ല. ആൾക്കാർ പറഞ്ഞിട്ടുള്ള അനുഭവങ്ങളും നമ്മുടെ കൊഗ്നീഷൻ മനസ്സുകൊണ്ട് ചിന്തിച്ചുണ്ടായ സംഭവങ്ങളൊക്കെ ആയിരിക്കും പ്രേതം, പിശാച്, റൂമിൽ അതുകൊണ്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നതൊക്കെ. ഇത് അല്ലാതെ ഒരു വ്യക്തിക്കും കാണുകയോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുകയോ ചെയ്തോ അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പോലും പറ്റാത്ത സംഭവങ്ങളാണെന്നുണ്ടെങ്കിൽ മൈൻഡ് കൊണ്ട് പെർസീവ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കുന്നില്ല. അപ്പൊ അതൊരു കോമൺലി മനസ്സിൽ കിടക്കുന്ന ഒരു ഫിയർ മനസ്സിലേക്ക് ഇട്ട് തന്നിരിക്കുന്ന ഒരു ഫീലിങ്സ് മാത്രമേ ഉള്ളൂ. അത് ജനറലൈസ്ഡ് ആണ്. ഇപ്പൊ കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ടീച്ചേഴ്സ് ഒന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ നേരത്ത് ഭയങ്കര പേടിയുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് എങ്ങനെ അതിൽ നിന്ന് മാറാനായിട്ട് സാധിക്കും?
ആ ഒരു ഫിയർ ഇല്ല കുട്ടികളുടെ പ്രശ്നം വെച്ചാൽ ഇവർക്ക് പല രീതിയിൽ ഇഷ്യൂസ് ആണ്. ഒന്നുകിൽ പേരൻസിന്റെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ട് കിട്ടാത്ത കുട്ടികളാണെങ്കിൽ അവർ ഉറപ്പായിട്ടും കോൺഫിഡൻസ് കുറഞ്ഞു പോകും. അപ്പൊ വീട്ടിൽ സ്ഥിരമായിട്ട് വഴക്കിടുകയോ അല്ലെങ്കിൽ പേരൻസിന്റെ സൈഡിൽ നിന്നുള്ള ഒരു രീതിയിലുള്ള ഇമോഷണൽ വെൽബീയിങ് സപ്പോർട്ട് കിട്ടാത്ത കുട്ടികൾ വരും. അപ്പൊ അവരുടെ ഇമോഷണൽ ടാങ്ക് ഫില്ല് ചെയ്യണമെന്ന് പറയുന്നത് ചെറുപ്പ കാലഘട്ടങ്ങളിൽ ഒരു 8 വയസ്സ് വരെയുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് അവർക്ക് എന്ത് ഇമോഷൻസ് ആണുള്ളത് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് പേരൻസ് ആണ്. ഇത് കിട്ടാതെ വരുമ്പോൾ ടീച്ചേഴ്സിന്റെ അടുത്ത് ചെല്ലുമ്പോഴേക്കും പേടിയായിരിക്കും. പിന്നെ അവരൊരു പേരൻസോട് ഒരു എക്സ്പെക്ടേഷൻ കൊടുക്കും. അതായത് മാർക്ക് മേടിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്, കമ്പാരിസൺസ് സംസാരിക്കാൻ തുടങ്ങും, ചേട്ടനും അനിയനുമായിട്ട് സംസാരിക്കാൻ തുടങ്ങും, മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യും. ഇപ്പൊ കുറെ കുറഞ്ഞു വന്നിട്ടുണ്ട്, പക്ഷെ പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ടീച്ചേഴ്സിനെ കാണുമ്പോൾ പേടിയായിരിക്കും. അധ്യാപകരാണെങ്കിലും അവർ വീട്ടിൽ ചെന്ന് ഏൽപ്പിക്കും. അവരുടെ പ്രശ്നങ്ങളായിരിക്കും ചിലപ്പോൾ പിള്ളേരുടെ മേത്തേക്ക് ചിലപ്പോൾ എടുത്തുതന്നെ. അപ്പോൾ അത് ചിലപ്പോൾ അവർ എക്സ്ട്രീമായിട്ട് വയലന്റ് ആകാം, അവർ പിള്ളേരെ വഴക്ക് പറയും. അപ്പോൾ പിള്ളേർക്ക് ഫിയർ ജനറേറ്റ് ചെയ്യും, കോമൺ ആണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പുതിയൊരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത് കുട്ടികളെ അടിക്കരുത് വളർത്തരുതെന്നൊക്കെ പറയുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അത് അടിക്കരുതെന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിച്ച വളരെ ലീനിയൻ്റ് ആയിട്ട് വിടണം എന്നുള്ളതാണ്. അവരെ പ്രോപ്പർലി മാനേജ് ചെയ്യുന്ന അധ്യാപകർ പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. അധ്യാപകർ ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ. ഞാൻ സാധാരണ എല്ലാവരും പേരൻസിനോടും പറയേണ്ട ഒരു കാര്യമാണ്, അധ്യാപകരോടും പറയുന്നതാണ് ക്ലാസ് എടുക്കുമ്പോഴൊക്കെ. അപ്പോൾ കുട്ടികളോട് നമ്മൾ ഒരു അതോറിറ്റേറ്റീവ് ടീച്ചിങ് എന്ന സ്റ്റൈലിൽ കൊണ്ടുവരാൻ പാടില്ല. അപ്പോൾ അവരെ ഒപ്പം ഇരുത്തിയിട്ട് ഏത് കുട്ടിയാണെങ്കിലും സാധാരണ അധ്യാപകർ നിന്നുകൊണ്ടായിരിക്കും ക്ലാസ് എടുക്കുന്നത്, കുട്ടികളെ ആജ്ഞാപിക്കുമായിരിക്കും. ഒരിക്കലും ആ കുഞ്ഞുങ്ങളെ അങ്ങനെ ചെയ്യരുത്. അപ്പോൾ അവരെ ഒപ്പം ഇരുത്തി അവരുടെ കണ്ണിലോട്ട് നോക്കിയിട്ട് സംസാരിക്കണം. പഠിപ്പിക്കുകയാണെങ്കിലും കാര്യങ്ങൾ ഗൈഡ് ചെയ്യുവാണെങ്കിലും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ പതുക്കെ 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 അത് ഫോളോ ചെയ്യും. ഇല്ലെങ്കിൽ അവർക്ക് പേടി ജനറേറ്റ് ചെയ്യും. അയ്യോ, ഇത് അധികാരത്തിലുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെ എന്നുള്ളൊരു ഫിയർ ജനറേറ്റ് ചെയ്യുക. ഫിയറിൽ മാനേജ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ടെക്നിക്ക് അതാണ്. കുട്ടികൾക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല, പേരൻസ് ആൻഡ് ടീച്ചേഴ്സ് ആണ് അത് മാനേജ് ചെയ്യേണ്ടത്.